ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വഴി കിട്ടും. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, ഇത്രയും സാധനങ്ങളാണ്. ഇതൊന്ന് നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പം മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും ഒരു 3-4 വറ്റൽമുളക് എടുത്ത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചില്ലി ഫ്ലേക്സ് പൊടിച്ചത് ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ആണെങ്കിൽ ഞാൻ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അത് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്തിനെന്ന് വെച്ചാൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. കണ്ടു, സൈഡിലൊക്കെ ഞാനിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സിയിൽ അടിച്ച മസാല, ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു പേസ്റ്റ്, നമുക്ക് ഉള്ളി കൂടെ അടിച്ചത്, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സ് അതും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് എരിവിന് ആവശ്യമായി എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു അളവിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കാം. മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിനി കുറച്ചൊരു നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് നമുക്കൊരു 10-15 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിനി ഇതിലോട്ട് ഒരു കോഴിമുട്ട നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയിൽ കുറച്ചൊന്ന് കോട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ പൊടി വേണം. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം എരിവിനാവശ്യമായ മുളക് പൊടി, പിന്നെ നമുക്ക് കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 3-4 സ്പൂൺസോളം ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പെരുംജീരക പൊടിയാണ്, പൊടിച്ചത് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ എരിവിന് ആവശ്യമായ രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഞാൻ എടുത്ത പാത്രവും വളരെ ചെറുതായിപ്പോൾ, കുറച്ചുകൂടെ വിസ്താരമുള്ള പാത്രമായിരുന്നു, നമുക്ക് ഇളക്കാനും എളുപ്പമായിരുന്നു. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് മുളക് പൊടിയോ എന്തെങ്കിലും പൊടികൾ കുറവുണ്ട്, അതായത് എരിവിന് നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ച് നമുക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ നല്ല ചിക്കൻ ഫ്രൈ കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് നമുക്ക് പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, സൺഫ്ലവർ ആണെങ്കിൽ സൺഫ്ലവർ ഒഴിക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ്റെ ഓരോ പീസസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല, ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിച്ചിട്ടില്ല. നമുക്ക് കുറച്ച് എണ്ണ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ പീസസും നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ പീസസും നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയിലോട്ട് മുങ്ങിയല്ല നമ്മളെ ചിക്കൻ കിടക്കുന്നത്. ഇനി നമുക്കൊന്ന് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ച് ഒന്ന് വേവിക്കാം. അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ടായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അടിയിൽ പിടിക്കുകയോ കരിഞ്ഞു പോവുകയോ അങ്ങനെയൊന്നും പേടിക്കണ്ട. നമ്മളിങ്ങനെ നല്ലൊരു കോട്ടിങ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കത് കരിഞ്ഞു പോകുമെന്ന് പേടിക്കണ്ട. നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തിരിച്ചിടാൻ നോക്കുന്നത്, ഞാൻ ഈ തടി കൊണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്കത് മറിച്ചിടാനായിട്ട്. അപ്പോൾ ഞാൻ സൈഡിലോട്ട് നോക്കിയപ്പോഴത്തേക്കും വെന്തിട്ടുണ്ട്, ആ സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് തിരിച്ചിടാം. നമുക്ക് കുറച്ച് എണ്ണ ഉപയോഗിച്ച് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് നമ്മൾ സാധാരണ എണ്ണ മുങ്ങിക്കിടന്ന് ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാ സൈഡും ഒരേപോലെ തന്നെ നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ ഇത് ചില സൈഡൊക്കെ കുറച്ചൊന്ന് വേഗം കുറച്ച് നല്ല ക്രിസ്പിനെസ് വരത്തില്ല. അപ്പം നമ്മൾ എന്തെന്ന് വെച്ചാൽ സൈഡിലോട്ട് ഒന്ന് ആ ഒരു സൈഡ് വേവാത്ത സൈഡ് ഇങ്ങനെ കുറച്ച് നേരം എണ്ണയിലോട്ട് മുക്കി പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ എണ്ണയിൽ കിടന്ന് നല്ല ചിക്കൻ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ചിക്കൻ ഫ്രൈ നമുക്കിവിടെ തയ്യാറായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നായിട്ട് മൊരിഞ്ഞ പീസസ് നമുക്ക്
പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കനെല്ലാം ഒന്ന് കുറച്ച് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് വേവാതെ ഉണ്ടെങ്കിൽ അതൊന്ന് ആ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ച് സൈഡൊക്കെ ഇങ്ങനെ വേവാത്തതുപോലെ ഉണ്ട്. വേവാത്തതല്ല, അത് ഒരു കളർ ചേഞ്ച് അത്രയും വന്നിട്ടില്ലെന്നേ ഉള്ളൂ, അല്ലാതെ വേവാത്തതൊന്നുമല്ല. അപ്പം ആ സൈഡും കൂടെ ഒന്ന് വേവാൻ വേണ്ടി നമുക്ക് ഒന്ന് തിരിച്ച് കൊടുക്കാം. തിരിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് നന്നതുപോലെ മുരിഞ്ഞ് വരും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് സൈഡിലോട്ട് ഇങ്ങനെ നിർത്തി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഓരോന്നായിട്ട് കോരി മാറ്റാം. നല്ല കറക്റ്റ് ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എണ്ണ നമ്മൾ എണ്ണ ഒഴിച്ചെങ്കിൽ ഒരുപാട് എണ്ണയൊന്നും കുടിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കൻ ഫ്രൈ എടുത്തപ്പോഴത്തേക്കും കുറച്ചൊന്നും അവിടെ ഒരു യെല്ലോയിഷ് കളർ പോലെ കണ്ടു. അപ്പോൾ ഞാൻ കരുതി അത് കുറച്ച് നേരം കൊണ്ട് ഇട്ട് ഒന്ന് മുരിച്ചെടുക്കാമെന്ന്. ആ 2 പീസും കൂടെ ഒന്ന് ഒരു 2-3 മിനിറ്റ്സും കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കിയിട്ട് അതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചിക്കൻ എല്ലാം നല്ലൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് സവാളയും കൂടെ ഇട്ടിട്ടുണ്ട് ഗാർണിഷ് ചെയ്ത്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ചിക്കൻ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റാണ്. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.